ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രദക്ഷിണം ഏപ്രിൽ 30-ന്. മെയ് 14-ന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനൊരുക്കമായാണ് നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ 30-ന് തിരുശേഷിപ്പ് പ്രദക്ഷിണം നടത്തുന്നത്. തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകർ എത്തിച്ചേരുമെന്ന് പള്ളി ഭാരവാഹികൾ. നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ 30-ന് അഭിവന്ദ്യ ജോസഫ് കേളന്തറ പിതാവ് പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും. രാവിലെ 6:15-നും 8-നും 10:30-നും വൈകിട്ട് 3-നും 5-നും 6:30-നും ദിവ്യബലി, നൊവേന, ആരാധന, തിരുശേഷിപ്പ് പ്രദക്ഷിണം എന്നിവയുമുണ്ടാകും. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-ന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനൊരുക്കമായാണ് തിരുശേഷിപ്പ് പ്രദക്ഷിണം നടത്തുന്നത്. തിരുകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകർ പള്ളിയിൽ എത്തിച്ചേരുമെന്നും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി, ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.